ഹായ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ, സൊസൈറ്റിയിൽ സമാധാനം അത്യാവശ്യം നിലനിൽക്കാനുള്ളൊരു റീസൺ എന്ന് പറഞ്ഞാൽ വാല്യൂസിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ കൊണ്ടാണ്. നീതി, ന്യായം, സത്യം ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇംപ്ലിമെൻറ്റേഷൻ നടക്കുന്നതുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ സമാധാനം എന്ന് പറയുന്നൊരു കാര്യം നിലനിൽക്കുന്നത്. അപ്പോൾ ആരാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും നമ്മൾ നോക്കിയാൽ ഗവൺമെൻറ് അതോറിറ്റീസ്, ഗവൺമെൻറ് ബോഡീസ് ആയിട്ടുള്ള പോലീസ്, അതേപോലെ ജുഡീഷ്യറി സിസ്റ്റം, ഇതൊക്കെയാണ് ഈ ഒരു നീതി, ന്യായം, സത്യം ഇതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിനുവേണ്ടി സ്റ്റാൻഡ് ചെയ്യുന്ന നിലകൊള്ളുന്ന ആളുകൾ. ഇനി നമ്മൾ വ്യക്തികളിലേക്ക് വന്നാൽ, പേഴ്സണലായിട്ടുള്ളൊരു സിനാരിയോയിൽ ഈ ഒരു കോണ്ടെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ, ഈ ഒരു വാല്യൂസിനെ കുറിച്ച് ഒരുപാട് പറയുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ചില ആളുകളുണ്ട്. അവർ ഇതിനെക്കുറിച്ച് ഒരുപാട് പറയുകയും പ്രസംഗിക്കുകയും ചെയ്യും. പക്ഷേ ഒരു നീതിക്കും സത്യത്തിനും ന്യായത്തിനും വേണ്ടി ഒരു നിലപാട് പറയേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ അതിനുവേണ്ടി നിലകൊള്ളേണ്ടി വരുമ്പോൾ ഇവരെ കാണാൻ സാധിക്കില്ല, അവർക്കതിന് സാധിക്കില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ ചില ആളുകളുണ്ട്. അവരെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിനെക്കുറിച്ചൊന്നും ഒരുപാട് പറയുകയോ അല്ലെങ്കിൽ ഇതിനോട് സംസാരിക്കുകയൊന്നും ചെയ്യില്ല. പക്ഷേ പ്രായോഗികമായിട്ട് അവരുടെ ജീവിതത്തിൽ ഇത്തരത്തിലൊരു അവസരം വന്നു കഴിഞ്ഞാൽ, അതായത് ഒരു നീതിക്കും ന്യായത്തിനും സത്യത്തിനൊക്കെ വേണ്ടി നിലകൊള്ളേണ്ട അവസ്ഥ വന്നാൽ ഒരുപാടൊന്നും സംസാരിക്കില്ല, അവർ സൈലൻ്റ് ആയിരിക്കും. പക്ഷേ അവർ സ്ട്രോങ് ആയിട്ട് അതിനുവേണ്ടി നിലകൊള്ളുന്ന ആളുകളുണ്ട്. പിന്നെ മൂന്നാമതൊരു കൂട്ടരെന്ന് പറഞ്ഞാൽ, അവർ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഒരുപാട് സംസാരിക്കുകയും ഒരുപാട് ഇതിനെക്കുറിച്ച് പറയുകയും ഇതിനു വേണ്ടി സംസാരിക്കുകയും അതേപോലെ ഇതിനു വേണ്ടി നിലകൊള്ളുകയും ഈ ഒരു വാല്യൂസിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനത്തെ ആളുകൾ പക്ഷേ വളരെ വളരെ ചുരുക്കമാണ്, വളരെ റെയറാണ് അങ്ങനത്തെ ആളുകൾ. പിന്നെ ചില ആളുകളുണ്ട്, നാലാമത്തെ കൂട്ടർ. അവർ ഈ ഒരു കാര്യത്തെക്കുറിച്ച്, അതായത് ഈ ഒരു വാല്യൂസിനെ കുറിച്ച് ഒരുപാട് സംസാരിക്കുന്ന ആളുകളാണ്. പക്ഷേ അവർക്ക് ചില ഘട്ടങ്ങളിൽ ഈ ഒരു വാല്യൂസിന് വേണ്ടി നിലകൊള്ളാനായിട്ട് സാധിക്കില്ല. കാരണം അത്ര എളുപ്പമല്ല. ഈ നീതി, ന്യായം, സത്യം ഇത്തരത്തിലുള്ള വാല്യൂസിന് വേണ്ടി നിലകൊള്ളുക എന്ന് പറഞ്ഞാൽ ഒരുപാട് വിമർശനങ്ങൾ, കുറ്റപ്പെടുത്തലുകൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള ആക്രമണങ്ങളൊക്കെ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അത് എളുപ്പമല്ല, വളരെ എൻഡ്യൂറൻസ് വേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമെങ്കിലും ഇതിനുവേണ്ടി സ്റ്റാൻഡ് ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ട്. പക്ഷേ അതിൽ തന്നെ ചില ആളുകൾ അവർ ഓപ്പണായിട്ട്, ഹമ്പിളായിട്ട് ഓപ്പണായിട്ട് പറയും, ഇതാണ് സത്യമെന്നും ഇത് ആണ് ഇതിൻ്റെ ഒരു നീതി എന്നൊക്കെ എനിക്ക് അറിയാൻ മനസ്സിലാവുന്നുണ്ട്, പക്ഷേ എനിക്ക് അതിന് വേണ്ടി സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് അവർ തന്നെ അഡ്മിറ്റ് ചെയ്ത്, അവരുടെ പ്രവൃത്തിനെ അവർ തന്നെ അഡ്മിറ്റ് ചെയ്ത് അപ്പോളജൈസ് ചെയ്തിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. പിന്നെ അഞ്ചാമതൊരു കൂട്ടരുണ്ട്. അവർ ഇത്തരത്തിൽ ഈ വാല്യൂസിനെ കുറിച്ചൊക്കെ ഒരുപാട് പറയുകയും ഒരുപാട് പ്രസംഗിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഈ ഒരു വാല്യൂസിന് വേണ്ടി സ്റ്റാൻഡ് ചെയ്യേണ്ട സമയം വരുമ്പോൾ അവർ അതിനുവേണ്ടി നിൽക്കില്ല. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് അഡ്വൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. പക്ഷേ അതോടുകൂടി തന്നെ ഈ ഒരു നീതി നിഷേധിക്കപ്പെട്ടതും അല്ലെങ്കിൽ ന്യായം നിഷേധിക്കപ്പെട്ട ആളുകൾ അവർക്ക് വേണ്ടി നിൽക്കില്ല എന്നുള്ളത് മാത്രമല്ല, നേരെ മറിച്ച് അവരെ ആശ്വസിപ്പിക്കുന്നില്ല എന്നുള്ളത് മാത്രവുമല്ല, പക്ഷെ പകരം അവരെ കുറ്റപ്പെടുത്താനും അവരുടെ കുറ്റങ്ങളും കുറവുകളും എണ്ണി പറയാനും കണ്ടുപിടിക്കാനും അതുവഴി ഇവർ ഈ ഒരു വാല്യൂസിന് വേണ്ടി നിലകൊള്ളുന്നില്ല എന്നുള്ളത് മറച്ചു വെക്കാനും ശ്രമിക്കുന്ന ആളുകളുണ്ട്. അത്തരത്തിലുള്ള ആളുകൾ, ഈ അഞ്ചാമത് പറയുന്ന ആളുകളാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ആളുകൾ.